Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള പാൽ കേക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈ ചായക്കടയിലൊക്കെ നമ്മൾ ഈ കണ്ണാടിക്കൂട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ലതുപോലെ ഇങ്ങനെ തിളങ്ങിയൊക്കെ ഇരിക്കുന്ന നമ്മുടെ പാൽ കേക്ക്. നല്ല മധുരമുള്ള എന്നാൽ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റും പുറത്ത് ഇച്ചിരി ക്രിസ്പിക്ക് ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ പാൽ കേക്കാണെന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിനൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. നമ്മളിന്ന് ഈ പാൽ കേക്ക് കുറച്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മളിന്ന് ഗോതമ്പ് പൊടി കൊണ്ടുവച്ചിട്ടാണ് ഈ പാൽ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു പാൽ കേക്ക് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു ഗോതമ്പ് പൊടി അരിച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഉപയോഗിക്കാനായിട്ട്. കാരണം എന്തെങ്കിലും ഒരു തവിടോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഗോതമ്പിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് കിട്ടുന്ന ഒരു ഗോതമ്പ് പൊടിയാണ്. തവിടില്ല, ഇത് വളരെ നൈസായിട്ടുള്ള ഒരു പൊടിയാണ്. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കണ്ട, നമുക്ക് എന്താണോ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിക്കാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം 2 കപ്പോളമുള്ള ഗോതമ്പ് പൊടി ചേർത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഒരു നുള്ളോളമുള്ള ഉപ്പ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ആദ്യം ഈ അരിപ്പയിലൊന്ന് അരിച്ചിട്ട് എടുക്കണം. കാരണം എന്തെങ്കിലും ഒരു കട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് നമ്മളൊരു കേക്കൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അത് ചെറുതായിട്ട് ഇങ്ങനെ വേവാതൊക്കെ കിടക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഈ ഒരു ഗോതമ്പ് പൊടിയൊക്കെ നല്ലതുപോലെയൊക്കെ ഒന്ന് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇതിന് വേണ്ടുന്ന പഞ്ചസാര പാനി ഒന്ന് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പോളമുള്ള പഞ്ചസാര, അതേ കപ്പിൽ തന്നെ 1 കപ്പോളമുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മൾ ഏത് കപ്പിലാണോ നമ്മൾ മൈദ എടുത്തത് ആ കപ്പിൽ തന്നെ വേണം പഞ്ചസാരയും വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ പഞ്ചസാര ഒന്ന് നല്ലതുപോലെ അലിയിച്ച് ഒരു പഞ്ചസാര പാനിയുടെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരണം. അപ്പം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം, പക്ഷെ അടുത്ത് തന്നെ നിന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കണം. അപ്പം നമുക്കിതിങ്ങനെ ഒരു ഒട്ടുന്ന ഒരു പരുവമുണ്ട്, നമുക്കറിയാം അതാണ് പഞ്ചസാര പാനിയുടെ ഒരു പരുവം. പക്ഷെ ഇതിൻ്റെ കൂടെ ഞാൻ 2 കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് ആദ്യം ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളമുള്ള നാരങ്ങയുടെ നീരാണ്. അത് ചേർക്കുന്നത് ഈ ഒരു പഞ്ചസാര കട്ടി ആയിട്ട് വരാതിരിക്കാനാണ്. ചില ആൾക്കാർ കംപ്ലയിൻറ്റ് പറയാറുണ്ട്, ഇങ്ങനെ നമ്മൾ പഞ്ചസാര പാനി ഉണ്ടാക്കുമ്പോൾ നല്ലതുപോലെ കട്ടിയായി വരുന്നു എന്നുള്ളത്. അതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഈ ഒരു നാരങ്ങ നീര് ഒഴിക്കാത്തത് കൊണ്ടാണ്. ഈ നാരങ്ങ നീര് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നല്ല തിക്കായിട്ടുള്ള ഒരു പഞ്ചസാര പാനിയായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിനകത്തോട്ട് ഒരു 2 ഏലക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമുക്ക് ഈ ഒരു ഏലക്ക നമ്മളല്ലാതെ തന്നെ നമ്മുടെ ഒരു പൊടിക്കകത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ പഞ്ചസാര പാനിയിൽ ഏലക്ക ഒന്ന് അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഏലക്ക ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പഞ്ചസാര പാനി ആയി കഴിയുമ്പോൾ ഇതൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ പഞ്ചസാര പാനിയുടെ ഒരു കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ നിറക്കെ പതുക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നൊന്ന് നോക്കാം കേട്ടോ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ശരിയായിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടി ഒരു നൂല് പോലെ വരുന്ന ഒരു പരുവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനതുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നില്ല. പഞ്ചസാര പാനി ആയി എന്ന് ഉറപ്പ് വരുത്തുമ്പം നമുക്ക് ഇതുപോലെ നമുക്ക് ഒന്ന് കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം അതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ നാരങ്ങനീര് ചേർത്തത് കൊണ്ട് തന്നെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും ചെയ്യും. അത് ഞാൻ അന്നേരം കാണിക്കാം എങ്ങനെയാണ് നമ്മുടെ പഞ്ചസാര പാനി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണേ എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടിയിലോട്ട് നമ്മൾ ഇനി അടുത്തത് ചേർക്കുന്നത് 2 മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമ്മൾ എടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉറപ്പ് വരുത്തണം നല്ലതുപോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കെടുക്കും. അപ്പോൾ മുട്ടയുടെ ഒരു എന്താ പറയുക, ചില സ്ഥലത്ത് അത് നമുക്ക് അതിൻ്റെ ഒരു ചുക കിട്ടുന്നത് പോലെയൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഒരുപോലെ തന്നെ അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2 ഏലക്കയുടെ കുരു നല്ലതുപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് പൊടിച്ചിട്ടാണെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു ഏലക്കയുടെ ഫ്ലേവർ നല്ലതുമാണ് കേട്ടോ. ഇനി അടുത്തത് ഞാൻ ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. നെയ്യ് കൂടുതൽ ചേർക്കും തോറും സ്വാദം കൂടുതലാണ്. പക്ഷെ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ്, റൂം ടെമ്പറേച്ചറിലുള്ള നെയ്യാണ് ഞാനെടുത്ത് ഇതിനകത്ത് ഒഴിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര. ഇത് തികച്ചും ഓപ്ഷണലാണ്. നമ്മൾ പഞ്ചസാര പാനിയിലാണ് ഇത് ഇട്ട് വെക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കാരണം ഇവിടെ എൻ്റെ 2 കുഞ്ഞുങ്ങൾ പഞ്ചസാര പാനിയിൽ ഇട്ടത് കഴിക്കില്ല. അല്ലാതെ ഇത് കേക്ക്, പാൽ കേക്ക് അല്ലാതെ ഇവർ കടിച്ചുകൊണ്ട് അവർക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇച്ചിരി മധുരം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഒരുവിധമൊക്കെ ഒന്ന് മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന അതേ ഒരു പരുവത്തിനോട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരണം. പിന്നെ ഈ ഒരു പാൽ കേക്കിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഉള്ളിൽ എത്ര നല്ലതുപോലെ സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ തന്നെ കുഴച്ചു കൊടുക്കണം. നമ്മുടെ കൈ വെച്ച് നല്ലതുപോലെ ഒരു സമയം എടുത്തിട്ട് ഒരു 5-6 മിനിറ്റൊക്കെ എടുത്ത് നമ്മൾ നല്ലതുപോലെ കുഴച്ചു കൊടുക്കുന്നു. എത്രമാത്രം കുഴച്ചു കൊടുക്കുന്നു അത്രത്തോളം നമ്മുടെ പാൽ കേക്ക് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതാ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് സ്പൂൺ വെച്ചിട്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ വെള്ളം ചേർത്തിട്ടല്ല ഇത് മിക്സ് ചെയ്യുന്നത്. ഇതൊരു ഗോതമ്പിൻ്റെ പരുവത്തിനോട്ട് അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയുടെ പരുവത്തിനോട്ട് ഞാൻ വെള്ളം ചേർത്തിട്ടല്ല, പാല് ചേർത്തിട്ടാണ്. അപ്പോൾ ഒരു കണക്ക് ഞാൻ പറയുന്നില്ല പാലിന് എത്ര വേണമെന്ന്. നമുക്ക് ആ ഒരു ചപ്പാത്തി പരുവത്തിന് വരുന്ന രീതിയിലുള്ള പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് തിളച്ചതോ തിളപ്പിക്കാത്തതോ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ റൂം ടെമ്പറേച്ചറിൽ, അതായത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ടുള്ള പാലായിരിക്കണം എന്ന് മാത്രം. എന്നിട്ട് ഇതാ ഞാൻ നല്ലതുപോലെ പാല് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഒരു ചപ്പാത്തി പരുവത്തിലോട്ട് ഞാനിതൊന്ന് എടുത്തിട്ട് വരാം. ഇതാ ഇപ്പോൾ ഇവിടെ ചപ്പാത്തി പരുവത്തിലൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാനൊരു 2-3 മിനിറ്റ് ഇതിനകത്ത് നല്ലതുപോലെ തന്നെ ഒരു ഗോതമ്പ് മാവിൻ്റെ ഒരു പരുവത്തിന് ഇങ്ങനെ കുഴയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരിയെങ്കിലും സോഫ്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഗോതമ്പ് നമുക്കറിയാം പൊതുവേ ഇച്ചിരി ഹാർഡാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നല്ലതുപോലെ തന്നെ കുഴച്ചാൽ മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ എനിക്ക് കുഴയ്ക്കാനൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റി എൻ്റെ വർക്ക് ടോപ്പിൽ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലാണ് ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ആ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ കുറച്ച് സ്ഥലം കൂടുതൽ കിട്ടും, കുറച്ചും കൂടെ സൗകര്യമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നമുക്ക് പാതിയമ്പുറം എന്നോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് എന്നൊക്കെ പറയത്തില്ലേ, അവിടെ അതിൻ്റെ മേലെ നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് എന്താ പറയുക കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 4 മിനിറ്റോളം സമയം എടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതവിടെ 4 മിനിറ്റ് കഴിഞ്ഞു. നല്ലതുപോലെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഗോതമ്പിൻ്റെ ആ ഒരു അത്രയും ഹാർഡൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, ഇത് നല്ല സുഖമായിട്ട് ഇങ്ങ് പോരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കണമെന്നൊരു പേടി ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഗോതമ്പിൻ്റെ പൊടി ഒന്ന് വെതറി കൊടുക്കാം, എന്നിട്ട് ഇതിൻ്റെ മേലെ വെക്കാം. അതൊക്കെ നമുക്ക് തികച്ചും ഓപ്ഷണലാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി എണ്ണ ഇതിൻ്റെ പുറകെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. പക്ഷെ ഞാനിപ്പോൾ വളരെ ഈസി ആയിട്ടാണ് എടുത്തത്. എങ്കിൽ പോലും നമ്മളിനി ഇതിന് ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് പരത്താൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ എണ്ണ തൂത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പൊടിയാണെങ്കിലും വെതറി കൊടുക്കാം, മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്താണെന്നെങ്കിലും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മാവ് ഇതുപോലെ വെച്ച് നല്ലതുപോലെ ഒന്ന് പരത്തി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ പരത്തിയാൽ മതി. ഇതിന് വേണ്ടി നമുക്ക് ചപ്പാത്തിയുടെ റോളറൊന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. വളരെ നമുക്ക് കൈ വെച്ച് കണ്ടാവും, ഞാനിങ്ങനെ ഒരു റൗണ്ടിനകത്ത് ഒരു ഓവൽ ഷേപ്പൊക്കെയാണ് അതിനകത്ത് ആ ഒരു ഷേപ്പിനകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കത്തി വെച്ചിട്ട് നമുക്കിതൊരു റെക്റ്റാങ്കിൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആയിട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വളരെ പതുക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്, കാരണം കൗണ്ടർ ടോപ്പിൽ ഇതിൻ്റെ ഒരു പാട് വീഴാൻ പാടില്ലല്ലോ കത്തിയുടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും അങ്ങനെ ശ്രദ്ധിക്കുക. നമ്മൾ ചിലപ്പോൾ അതൊന്നും ആലോചിക്കാതെ ചിലപ്പോൾ കട്ട് ചെയ്തൊന്ന് വരും. അപ്പോൾ നിങ്ങൾ കൗണ്ടർ ടോപ്പിൽ അതിൻ്റെ ഒരു മാർക്ക് വരുത്താതെ നമുക്കിത് വളരെ സ്മൂത്തായിട്ട് സമയം എടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ 4 വശങ്ങളും ഒന്ന് ലെയർ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ബാക്കി ഇതുപോലെ ഇപ്പോൾ കളയുന്ന അല്ലെങ്കിൽ എടുത്ത് മാറ്റുന്ന ഈ ഒരു ഗോതമ്പ് പൊടിയും ഇതുപോലെ തന്നെ ബാക്കി വരുന്നതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു എന്താ പറയുക ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി നമുക്കിതുപോലെ തന്നെ ഇതും കട്ട് ചെയ്തെടുത്ത് വരാം കേട്ടോ. ഇനി ഇങ്ങനെ ഒന്നും ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇനി അതല്ല വെറുതെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ടാണ് കഴിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കഴിക്കാം. ഇതിപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പാൽ കേക്കിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ അമ്മ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്നും ചെയ്യാൻ നിൽക്കത്തില്ല. അവർ ഇങ്ങനെ ചെറിയൊരു കഷ്ണം ഇങ്ങനെ എടുത്ത് നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉരുട്ടിയിട്ടാണ് അമ്മ ഉണ്ടാക്കാറ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു അത്യാവശ്യം ഒരു ഷേപ്പിനൊക്കെ കട്ട് ചെയ്തെടുത്ത് ഒരു സ്ക്വയർ പോലൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഈ നീളേനും അതുപോലെ തന്നെ എന്താ പറയുക ക്രിസ് ക്രോസ് എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ നമുക്കിതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ട് കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനത് കാണിക്കാം, പറഞ്ഞതിനേക്കാളും നല്ലത് കാണിക്കായിരിക്കും.
അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുള്ളത്. കണ്ടോ, ഇനിയിപ്പോൾ ഇങ്ങനെ വിട്ടു പോരാ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ നമുക്ക് ഇതുപോലെ ഒന്ന് കത്തിയെടുത്തൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് സൈഡൊക്കെ ഒന്ന് മുട്ടിച്ചൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പാൽ കേക്കിൻ്റെ ബേസ് റെഡിയാണ്. അപ്പോൾ പാൽ കേക്കിൻ്റെ ബേസിൻ്റെ ഒരു പ്രത്യേകത നല്ല കട്ടിയായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഒരു ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ ഒക്കെ ഒരു ഹാർഡ്നെസ് ഒക്കെ കാണും. അപ്പോൾ ഇതാ ഇച്ചിരി കട്ടിയാണ്, അതുകൊണ്ട് നമുക്ക് സമയം എടുത്തിട്ട് വേണം എണ്ണയിൽ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനകത്ത് ആദ്യത്തെ ഒരു ബാച്ച് ഞാനൊന്ന് എടുത്ത് മാറ്റി ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ഇതിനകത്ത് ഇടാം കേട്ടോ. ഇപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഷേപ്പൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കേക്ക് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം 2 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം, എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. കാരണം ഇതിൻ്റെ പുറമൊക്കെ പെട്ടെന്ന് തന്നെ ആയിട്ട് വരും. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറത്തിൻ്റെ കളറൊക്കെ മാറി കുറച്ച് ക്രിസ്പിയൊക്കെ ആവാൻ തുടങ്ങും. ഉള്ളു വേവാനാണ് ഇച്ചിരി സമയം നമുക്ക് വേണ്ടിയത്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ പുറം ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗണിഷൊക്കെ ആവാൻ, ആ ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട്, മീഡിയം ഹൈ ഫ്ലെയിം തന്നെയാണ് ഇടേണ്ടത്, ലോ ഫ്ലെയിം അല്ല. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമുക്ക് ഒരു സമയമെടുത്ത് നമുക്ക് പതുക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. നിങ്ങളതിൻ്റെ പുറത്തെ കളറ് നമ്മളിത് ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞെന്നാൽ ഇതിൻ്റെ കളറ് മാത്രം മാറത്തുള്ളൂ, ഉള്ളിൽ വേറെ പ്രത്യേകിച്ച് വേവ് ഒന്നുമില്ല. അപ്പോൾ അത് കഴിക്കാനും രുചി കാണത്തില്ല. നമുക്ക് ഉള്ളിൽ നല്ല പാൽ കേക്ക് എന്ന് പറഞ്ഞ പോലെ പാല് പോലെ നമ്മുടെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കണം. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി സമയം എടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു 5 മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു പാൽ കേക്കിൻ്റെ ആ ഒരു കേക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഞാനൊന്ന് അടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇത് നല്ല ക്രിസ്പി ആയിട്ടും നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ലൊരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ വറുത്തെടുക്കുന്നതിലും കാര്യമുണ്ട്, നിങ്ങൾ കരിക്കാതെ എടുക്കണം. ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് ചെയ്ത് ഒരു 3 എണ്ണം ഇട്ട കൂട്ടത്തിൽ ഒന്ന് കരിഞ്ഞു പോയി. അപ്പോൾ അത് ഞാൻ എൻ്റെ അശ്രദ്ധക്കുറവ് കൊണ്ടാണ് കേട്ടോ. ഞാൻ പെട്ടെന്നൊന്ന് അങ്ങ് മാറിപ്പോയത് കൊണ്ടാണ് അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോയത്. അപ്പോൾ നിങ്ങൾ അടുത്ത് തന്നെ നിന്ന് ഇതുപോലെ ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ അത്യാവശ്യം ഒരു ബാച്ച് ഉള്ള നമ്മുടെ ഒരു പാൽ കേക്ക് അല്ലെങ്കിൽ പാൽ കേക്കിലെ കേക്ക് ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പഞ്ചസാര പാനി ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാര പാനിയുടെ ചൂടൊക്കെ മാറണം. നല്ലതുപോലെ മാറിയതിന് ശേഷമാണ് നമ്മളിതിനകത്ത് നമ്മുടെ കേക്ക് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇപ്പം നമ്മൾ ആ നാരങ്ങ നീര് ഒഴിച്ചത് കൊണ്ട് ഇതൊരു വെള്ളം അല്ലെങ്കിൽ ഈ ഒരു പഞ്ചസാര പാനി തണുത്ത് കഴിഞ്ഞിട്ട് പോലും നല്ലതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് വേണ്ടിയതും. അപ്പോൾ അതാ നമുക്കിനി ഇതിനകത്തോട്ട് നമ്മുടെ കേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട്, നമുക്ക് ഒത്തിരി നേരം ഇതിനകത്ത് ഇട്ട് വെക്കാൻ പാടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് കോട്ട് ചെയ്തെടുക്കേ വേണ്ടൂ. അപ്പോൾ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി നേരം അതിനകത്ത് മുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ മുക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതൊരു ഗുലാബ് ജാമുൻ്റെ പോലെ ആയിപ്പോവും. അതായത് ഭയങ്കരമായിട്ട് സോഫ്റ്റായി ഒരു പാൽ കേക്കാണെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നമുക്ക് വെറുതെ ഒരു 5 മിനിറ്റിന് താഴെ മാക്സിമം നമുക്കിതിനകത്തൊന്ന് വെച്ചാൽ മതിയാവും. അത്രയും പോലും വേണ്ടാന്നാണ് ഞാൻ പറയാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രമേ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ പഞ്ചസാര പാനി ഇതിൻ്റെ മേലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതിൻ്റെ സൈഡുകളിൽ ചിലപ്പോൾ ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ആ നാരങ്ങ നീര് ഒഴിച്ചത് കൊണ്ടാണ് നമുക്ക് ഇച്ചിരി ഒരു നല്ലതുപോലെ ഒരു എന്താ പറയുക നല്ല തിക്നെസ് ആയിട്ടും എന്നാൽ പഞ്ചസാര പാനി ഒത്തിരി വെള്ളം പോലെ അല്ലാതെയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിക്കുക. പിന്നെ ഇത് കഴിക്കാൻ നല്ല സ്വാദാണ്. ഇപ്പോൾ ഈ ഒരു പാൽ കേക്ക് കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നമുക്കത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു പലഹാരം തന്നെയാണ്, ഒരു മധുര പലഹാരം തന്നെയാണ്. അപ്പോൾ നമുക്കിനി വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ എന്നും കൊടുക്കുന്ന ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി പിടിച്ച് നമുക്ക് ഇതുപോലത്തെ ഒരു പാൽ കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്, അത്രയും പോലും വേണ്ട. സത്യത്തിൽ ഒരു 6-7 മിനിറ്റിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇത്രയും വീഡിയോ എടുത്തിട്ട് പോലും എനിക്ക് ഇതിനകത്ത് എടുത്ത സമയം എന്ന് പറയുന്നത് ഒരു 5-6 മിനിറ്റ് മാത്രമേ എനിക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വറുക്കുന്ന നേരം നമുക്ക് അപ്പുറത്ത് അടുപ്പിൽ തന്നെ ഉടനെ പഞ്ചസാര പാനിയും വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ ആയി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു റെസിപ്പി. പിന്നെ ഇത് പാൽ കേക്ക് ഇതുപോലെ സിറപ്പിൽ കഴിക്കാൻ ഇഷ്ടമില്ല എന്നുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കണം എന്നില്ല. അല്ലാതെ തന്നെ ഇത് കേക്കായിട്ട് കഴിക്കാം. ഇവിടെ എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് കഴിക്കാറ്.
അപ്പോൾ ഇതാ നോക്കിക്കേ, ഞാനിതൊന്നും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ജ്യൂസ് അല്ലെങ്കിൽ ആ ഒരു പഞ്ചസാര പാനി, ഷുഗർ സിറപ്പ് ഇതിനകത്തോട്ട് ഒത്തിരി ഒന്നും ഇറങ്ങിയിട്ടില്ല. വളരെ കുറച്ച് മാത്രമേ ഇതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി നേരം ഇട്ട് വെക്കരുതെന്ന്. അപ്പോൾ ഈ ഒരു പാൽ കേക്കിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ പുറമൊക്കെ നല്ല മധുരം, ഉള്ളും നല്ല കേക്കിൻ്റെ പോലെ നല്ല സോഫ്റ്റും ആയിരിക്കും. ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല സ്വാദുണ്ട്. അത് ഗോതമ്പ് പൊടിയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇച്ചിരിയും കൂടെ ഒരു ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ പഞ്ചസാര വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം, അല്ലാതെ ഇതൊരു കേക്ക് പോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഒപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ പാൽ കേക്ക് എന്ത് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? വളരെ എളുപ്പമല്ലേ? എല്ലാവരും ഇപ്പം തന്നെ ആൻസർ എഴുതിക്കോളൂ. എന്ത് പൊടി വെച്ചിട്ടാണ് ഇന്നത്തെ പാൽ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്? അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.